എന്തെന്നും വന്നില്ല, ഗ്രാമഫോണിൽ എന്തെന്നും വന്നില്ല എന്നുള്ള പാട്ടുണ്ടല്ലോ. അതായത് ഏകദേശം ഇപ്പൊ ഇൻസ്റ്റയിലൊക്കെ അത് ഭയങ്കര ട്രെൻഡിങ് ആണ്. പക്ഷെ അതിലൊക്കെ ട്രെൻഡിങ് ആകുന്നതിന് മുമ്പേ, ഒരുപാട് നാൾ മുമ്പെയാണ് ഞങ്ങൾ ആ ഒരു സംഗതി അടിച്ചിട്ടിരിക്കുമ്പോഴത്തേക്ക് പാടുന്നത്. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, 10-15 പേരുണ്ടാവും, എല്ലാവർക്കും അറിയാവുന്ന കാണാതെ പാട്ടാണ്. ഫുള്ള് നിങ്ങൾ പാടും, എനിക്ക് അതിന്റെ ലിറിക്സ് ഒന്നും അറിയത്തില്ല. സൂപ്പർ സോങ് ആണ്. അതെ, സൂപ്പർ സോങ് ആണ്, അത് നശിപ്പിക്കരുത്. നീ നിങ്ങള് രണ്ടെണ്ണം അടിച്ചിട്ടിരിക്കുന്ന പാട്ട് അതാണ്, 2 അടിച്ചിട്ട് പാടുന്ന പാട്ടാണ്. സത്യമാണ്, തമാശ പറഞ്ഞില്ല. കഴിച്ചിട്ടൊക്കെ വരുന്ന ദിവസമാണെങ്കിൽ പിന്നെ ഞങ്ങളെ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മ്യൂസിക് വേൾഡ് ആണ്. വളരെ ഫീലാണ്. അപ്പം അടിപൊളി കിളിയാണ്. അതുപോലെ അടുത്ത ഞങ്ങൾ ഗ്യാങ് ഇത് ട്രൈ ചെയ്യുന്ന, കാണാൻ പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന പാട്ടുണ്ട്. മറ്റേ ഈ മനോഹര ഭൂമിയിൽ കവിതയാണ്. അത് ഞങ്ങളിങ്ങനെ ട്രൈ ചെയ്യുന്നു. അത് ഇനി അടുത്തത് അത് പഠിക്കണമെന്നാണ് ആഗ്രഹം. ഞങ്ങളല്ല, അവരുടെ ഫ്രണ്ട്സ്. കളി വെള്ളം തീരത്തൊരു പച്ചവെള്ളം ചേർത്തുവിടായിരുന്നു. ബിയറൊന്നും അല്ല, പച്ചവെള്ളം. ഇവരുടെ വീട്ടിൽ പച്ചവെള്ളം എടുത്ത് വെക്കുന്ന ബിയറിന്റെ ബോട്ടിലാണ്. കോപ്പിറൈറ്റ് വരും കേട്ടോ. അല്ല, ബോട്ടിലിനകത്ത് സ്റ്റിക്കർ ഉണ്ട്. നിഷ ചേട്ടാ 2 കൊടുക്ക്, ഒരു പാട്ട് പാടട്ടെ. കിളികൾ പോലും 10K സെലിബ്രേഷൻ ചെയ്യുന്നു. ഡ്രീം എന്താ? നൻപൻ ചോദിച്ചിരിക്കുകയാണ്, ഡ്രീം എന്താ? ഡ്രീം നാട്ടിൽ തന്നെ ഒരു എന്താ പറയുക, ഒരു വലിയൊരു ഫാം ഹൗസ്. അതായത് ഒരു ഫാം ഹൗസ് തുടങ്ങണമെന്നൊരു ആഗ്രഹമുണ്ട്. ആട്, കോഴി, പശു, മുയല്, മാമിമാരുൾപ്പെടെ ലൈവ് ഇതെല്ലാം കൂടെ ചേർന്ന ഒരു വലിയൊരു ഫാം ഹൗസ് തുടങ്ങണമെന്നൊരു ആഗ്രഹമുണ്ട്. ഡിയർ ഫാമിലി മെമ്പേഴ്സ്, ഈ ഡയലോഗ് ഓർത്തോണം കേട്ടല്ലേ, നിങ്ങൾക്ക് എന്താണെന്ന് കറക്റ്റ് ആണെന്ന് അറിയാം. ഒരു ഫാം ഹൗസ് തുടങ്ങണമെന്നൊരു ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഒരു ഏറ്റവും അടുത്തൊരു 5-6 സുഹൃത്തുക്കളുണ്ട്. അതായത് ഞങ്ങൾ ചൈൽഡ്ഹുഡ് മുതലേ ഇങ്ങനെ ഒരുമിച്ച് പഠിച്ചു വന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അടുത്തടുത്തുള്ളവരാണ്. അപ്പം അവരൊക്കെ ഈ പറയുന്ന കുടുംബത്തിൻ്റെ പ്രാരാബ്ദം കാരണം ഗൾഫിലൊക്കെ പോയി കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അവരിപ്പോൾ ഓൾറെഡി എല്ലാവരും ഏകദേശം സെറ്റാണ്, ലൈഫ് സെറ്റാണ്. നല്ലൊരു ചെറിയൊരു സേവിങ്സ് ഉണ്ടാക്കി എടുത്തിട്ട് അവരെ പിടിച്ചിട്ട് നമ്മൾ ഒറ്റ പേര്, അതായത് ഇപ്പം ഞങ്ങൾ ഒരുപാട് നാട്ടിൽ 2030 ഞങ്ങളത് പ്ലാൻ ചെയ്തേക്കുള്ളൂ. 2030 ഞങ്ങളത് പ്ലാൻ ചെയ്തേക്കണം. അതായത് 2030 മുതലായിരിക്കും നമ്മൾ ആ ഒരു സംഭവം തുടങ്ങുന്നത്. അതായത് ആദ്യം ഒരു ഫാം ഹൗസ് രീതിയായിരിക്കും ഞങ്ങൾ തുടങ്ങുന്നത്. അതുപോലെ ഈ 5 പേർക്കും ഇഷ്ടപ്പെട്ട 5 മേഖലകളിലോട്ട് അത് ഡെവലപ്പ് ചെയ്യും. ഇപ്പം ഇവന് സ്റ്റുഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ഫാം ഹൗസ് ആയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവന് സ്റ്റുഡിയോ ആണെങ്കിൽ ഇവന് സ്റ്റുഡിയോ, അതുപോലെ കാറിൻ്റെ ക്രൈസുള്ള ഒരു യൂസ്ഡ് കാറിൻ്റെ ഷോറൂം, അതുപോലെ ബാക്കിയുള്ള അങ്ങനെ ഓരോ അവർ വർക്ക് ചെയ്യുന്ന രീതി എന്താണ്, അവരിപ്പോൾ കറന്റ് വർക്ക് ചെയ്തിരിക്കുന്ന പ്രൊഫഷൻ, അതനുസരിച്ച് അത് ഡെവലപ്പ് ചെയ്യണം. പക്ഷേ ഈ ഒറ്റ പേരിലായിരിക്കും, ഒറ്റ അക്കൗണ്ട് ആയിരിക്കും. അതായത് നമ്മളെല്ലാം ഒറ്റ കമ്പനി എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ കാറ്ററിംഗ് വർക്ക്, ഫുഡിൻ്റെയും അതുപോലെ ഈ ഈവൻറ്റ് മാനേജ്മെൻറ്റ് അങ്ങനെ ചെയ്യുന്ന ഇതുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒറ്റ പേരായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. സോ ആദ്യമേ എന്ത് പേര്, കാരണം വെറൈറ്റി പേര് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യം ഞങ്ങളുടെ ചാനലിൻ്റെ പേര് അറിയോ, KKPP എന്നായിരുന്നു. കേരള കൊല്ലം പരൂർ പിള്ളേഴ്സ് എന്നായിരുന്നു ആദ്യ ചാനലിൻ്റെ പേര്. ഏകദേശം ഒരു 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കാണ് മാറ്റി ആഡിയൻസ് ഫ്രം കൊല്ലം ആക്കിയത്. അപ്പോൾ ഈ ഒരു ബ്രാൻഡിൽ ഞങ്ങളെ കമ്പനി സെറ്റാക്കണം എന്നാണ് ഇപ്പോൾ ഡ്രീം ചെയ്യുന്നത്. ഉടനെ സംഭവിക്കും, 2030 പോകത്തില്ല, അതിന് മുമ്പ് എന്തായാലും നടക്കും. ഹരിയുടെ ചില വാക്കുകളെല്ലാം നടക്കാറുണ്ട്, ഇത് നടക്കട്ടെ നമുക്ക്. ഹായ് അനു, ഞങ്ങൾ 10K ഫാമിലിയിലോട്ട് കടന്നിരിക്കുകയാണ് അനു. ഇനി കണ്ണൻ വ്ലോഗ്സിന്റെ അടുത്ത് പറയാനുണ്ട്. കണ്ണൻ വ്ലോഗ്സ് ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈവിലോട്ട് വരണേ. എന്ത് കട്ടനൊന്നും ഇല്ലേ? മെസ്സേജസ് ഒക്കെ വന്നായിരുന്നു തോന്നി. ഹരിയണ്ണ അടൂർ ബ്രദർ സിസ്റ്റേഴ്സ് അല്ല, ഞങ്ങൾ ബ്രദറും സിസ്റ്ററും ആണ്. ഇത് ഹസ്ബൻഡും വൈഫും ആണ്. ഞാൻ അതിന്റെ വൈഫാണ് കേട്ടോ. നിതിൻ പുത്തൂർ. എവിടെ? എനിക്ക് വന്നില്ലല്ലോ. എപ്പോ? സിജിനേച്ചി ഞങ്ങൾക്ക് ഒരു 100 രൂപ ജിപേ ചെയ്ത് തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സിജിനേച്ചി. എവിടെ? താങ്ക് യു സോ മച്ച്. എന്നെ ഓർത്തോളൂ, മര്യാദയ്ക്ക് 100 രൂപയ്ക്ക് ബജ്ജി അടിച്ചു തന്നോണം.